ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ടുള്ള നല്ല 2 ടിപ്സൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്ക് എണ്ണ തേക്കാനായിട്ട് ഭയങ്കര മടിയാണല്ലേ. അപ്പം നമുക്ക് തലയിലൊരു എണ്ണമെഴുക്ക് ആവേണ്ട രീതിയിലുള്ള ഒരു നല്ലൊരു ഹെയർ ടിപ്പും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനായിട്ട് നമ്മുടെ തൊടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരാളെ കാണാനായിട്ട് പറ്റില്ലേ. ഇതാണ് നമ്മുടെ കീഴാർനെല്ലി എന്ന് പറയുന്ന സംഭവം. കണ്ട അടിയിലിങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ പോലെയായിട്ടുള്ള കായകൾ പോലെയായിട്ടുള്ള കണ്ടു. ഇതാണ് കീഴാർനെല്ലി എന്ന് പറഞ്ഞ സംഭവം. ഇത് നമ്മുടെ തൊടിയിൽ മുറ്റത്ത് ചവറ് പോലെ കാണുന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതെടുക്കുമ്പോൾ ഇതേപോലെ സമൂലം എടുക്കണം. നമ്മൾ മറ്റേതൊക്കെ ചിലതിൻ്റെ കയ്യിലും തണ്ടൊക്കെയല്ലേ എടുക്കാറ്. പക്ഷേ ഇതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സമൂലം എടുക്കണം. ഇത് സിമ്പിളായിട്ട് പറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എന്താ പറയുക, വെള്ളം നനച്ച് കൊണ്ട് നടക്കുന്നു പറഞ്ഞ പോലെയാണ്. നമുക്കിത് എപ്പോഴും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളൊരു സാധനമാണ്. പക്ഷേ എന്താ ഈ കുരുക്കൾ പോലെ കാണാം കേട്ടോ. ഇതാണ് കീഴാർനെല്ലി എന്ന് പറയുന്ന സംഭവം. ഇതിങ്ങനെ നമ്മളിങ്ങനെ പറിക്കുമ്പോഴേക്കും ഇങ്ങനെ കൂമ്പിയ പോലെ, തൊട്ടാവാടിയുടെ പോലെ ഇങ്ങനെ കൂമ്പിയ പോലെയാവും. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പറിച്ച് നല്ല പോലെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഐറ്റം കൂടി ചേർത്തിട്ട് ഇത് മുള്ളൊക്കെ ചെത്തി കളഞ്ഞ് നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമുക്കത് നല്ല പോലെ നമ്മുടെ തലമുടിയിൽ മുടിയിലല്ല സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ മിഷീൻ്റെ ഓയിൽ കൊടുക്കണ ആ ഒരു ഐറ്റം ആ ഒരു ചെപ്പിലാക്കിയിട്ട് ഒരു 10 രൂപയുള്ളൂ. അത് ആക്കിയിട്ട് നമുക്ക് നല്ല രീതിക്ക് സ്കാൽപ്പിലൊക്കെ കൊടുത്ത് നമ്മുടെ കൈവിരലുകൊണ്ട് നല്ല രീതിയിൽ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം കൂടി ചേർക്കണതുകൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്താക്കി കൊണ്ടുവരാനായിട്ട് കറ്റാർവാഴയ്ക്ക് പറ്റും കേട്ടോ. അത് നല്ല ഒരു ഐറ്റമാണ്. നമുക്ക് പുറത്തൊന്നും പോയിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സ്മൂത്തനിങ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി നല്ലൊരു സിൽക്കി ഇതിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 2 ഗുണങ്ങളും ഉണ്ട്. മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യം കൂടി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മുടി നല്ല പോലെ വളരാനും പറ്റും. നല്ലൊരു ഹെയർ ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഈ പറമ്പിലൊക്കെ ഉള്ള ഒരു ഐറ്റംസ് തന്നെ. നമ്മൾ നാച്ചുറൽ ടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുക. അപ്പോൾ ഈ ഒരാളെ കണ്ട ചെമ്പരത്തിപ്പൂ എവിടെ കണ്ടാലും നിങ്ങൾ പറിച്ചു കൊണ്ടുപോരെ. ഈ ഒരു ടിപ്പ് ഇപ്പം ചെയ്യാൻ പറ്റിയ, ഈ ചൂട് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഇതാണ്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് പോയില്ലെങ്കിൽ താരം വരാൻ സാധ്യതയുണ്ട്, അഴുക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എണ്ണ തേക്കണവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറയണത് ഇപ്പോഴത്തെ ഇതിൽ നിങ്ങൾ തലയിൽ നിറച്ചൊന്നും എണ്ണ തേക്കരുത്. നമുക്ക് ചൂട് കൂടുന്നു മാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉഷ്ണം ഭയങ്കരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ എണ്ണയും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും. നല്ലൊരു തണുപ്പ് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവ് മാത്രമല്ല, ചെമ്പരത്തിയുടെ മറ്റേ തളിരിലകളില്ലേ, മുട്ടിൻ്റെ ആ ഭാഗം തന്നെ ആ തളിരെല്ലാം കൂടിയിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഐറ്റം വേണം. കറ്റാർവാഴ നമുക്ക് മസ്റ്റാണ്. കറ്റാർവാഴ വേണം, നമ്മുടെ കറിവേപ്പിൻ്റെ ഇല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ നാളികേരം. ഒരു 3 വലിയ ടീസ്പൂണോളം നാളികേരം ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് അത് തുണിയിൽ വെച്ച് അരിച്ചെടുത്തതിന് ശേഷം നല്ലൊരു കുറുന്ന് തന്നെ ഇങ്ങനെ കിട്ടും. ഇതൊരു ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് മുഴുവൻ വേണ്ട കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ഇത് മുഴുവൻ വേണ്ട. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനൊരു തണ്ട് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഡെയിലി നമുക്ക് തലയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ആ ഒരു സിറം പോലെ ഉണ്ടാക്കണത് ഇത് പാക്കാണ്. അപ്പോൾ ഈ പാക്കിലേക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല എടുക്കേണ്ടത്. കറിവേപ്പിൻ്റെ ഇല എപ്പോഴും നമ്മൾ എല്ലാ പാക്കിലേക്കും എടുക്കണം നിർബന്ധമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് കറുപ്പ് കൊണ്ടുവരാനായിട്ട് കറിവേപ്പിൻ്റെ ഇല അടിപൊളിയാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനും നല്ലതാണ്. ഞാൻ ഒരു 2-3 ദിവസപ്പാട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിൻ്റെ ഇലയുടെ. അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് കണ്ടു നോക്കുക. പിന്നെ നാളികേരം
ഒരു വലിയ ടീസ്പൂണോളം ഒരു 3 ടീസ്പൂണോളം നാളികേരം എടുക്കണം കേട്ടോ. എടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി നല്ല ഭംഗിയാവുകയും ചെയ്യും. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഭംഗിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. നല്ല അടിപൊളി 2 ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെങ്കിലും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ